ഈ രാത്രി പാകിസ്ഥാനിലെ സിയാൽകോട്ടിൽ വ്യാപകമായി സൈറൻ മുഴങ്ങുന്നു എന്നുള്ള സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സിയാൽകോട്ടിൽ സൈറൻ വ്യാപകമായി മുഴങ്ങുന്നു. സിയാൽകോട്ടിൽ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്നു. ജനങ്ങൾ ഒരു പാനിക് സിറ്റുവേഷനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്നാൽ സ്ഥിരീകരിക്കാത്ത ചില വിഷ്വൽസ് പുറത്തു വന്നിട്ടുണ്ട്. സിയാൽകോട്ടിന് മുകളിലൂടെ മിസൈലുകൾ പോകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഇന്ത്യ അയച്ചതാണോ ഈ മിസൈലുകൾ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇന്ത്യ രണ്ടാമതൊരു അറ്റാക്കിന് തയ്യാറെടുക്കുകയാണോ ഈ രാത്രി എന്നാണ് ഇപ്പോൾ പല ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യയുടെ തിരിച്ചടി അതിഭീകരമായിരുന്നുവെങ്കിലും പിക്ചർ അഭി ബാക്കി ഹേ എന്നാണ് ഇന്ത്യൻ സൈന്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. നമ്മുടെ എക്സ് മേധാവി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്, മനോജ് മുകുന്ദ് നരവാനെ പറഞ്ഞിരുന്നത്. പോരാത്തതിന് പാകിസ്ഥാൻ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടി ശക്തമായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ 15 സിവിലിയൻസിനെ പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ കൊലപ്പെടുത്തിയിരുന്നു. പോരാത്തതിന് ഇപ്പോൾ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാന് നേരെ രണ്ടാമതൊരു സിന്ദൂർ കൂടി, അതായത് സിന്ദൂർ 2 ഫേസ് 2 ഇപ്പോൾ തുടങ്ങുകയാണോ ഇന്ത്യ എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്, നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. എന്തു തന്നെയായിരുന്നാലും ഇപ്പോൾ സിലാക്കോട്ടിൽ നിന്നും വരുന്ന ചില ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കാം. സിലാക്കോട്ടിലാണ് എന്ന് പറഞ്ഞാണ് ഈ ദൃശ്യങ്ങൾ വരുന്നത്. ഇതിന് കൺഫർമേഷൻ ഇല്ല, സാറ്റലൈറ്റ് മീഡിയയ്ക്ക് പോലും ഇതിന് കൺഫർമേഷൻ ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ത്യൻ ആർമി സൈന്യം പുറത്തുവിടുന്നതിന് മുമ്പേ വിഷ്വൽസ് എല്ലാം പാകിസ്ഥാനികൾ ഷൂട്ട് ചെയ്ത് അവർ സോഷ്യൽ മീഡിയയിൽ പരതിയ വിഷ്വൽസ് ആണ് നമ്മുടെ ഇവിടെ പല ആൾക്കാരും എടുത്ത് കൊടുത്തത്. അത്തരത്തിൽ പല വിഷ്വൽസും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നാണ് ആദ്യം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സിയാൽകോട്ടിൽ എന്ന് പറഞ്ഞ രീതിയിൽ ആദിത്യ രാജ് കൗൾ, അദ്ദേഹം എക്സിക്യൂട്ടീവ് എഡിറ്റർ, TV9 നെറ്റ്വർക്കിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്, നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിക് അഫയേഴ്സ്. അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആണ്. അദ്ദേഹം പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്.